നമസ്കാരം. വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഭരണമാണ് നടക്കുന്നത്. ഈ ഭരണം തീർച്ചയായും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഈ ഭരണം സവിശേഷമായി ശ്രദ്ധിച്ച മേഖലകളുണ്ട്. അതിദാരിദ്ര്യ മുക്തം എന്നൊക്കെ ഗവൺമെന്റ് അവകാശപ്പെടുന്നത് പോലെ ഒരുപാട് മേഖലകളെ അത് സ്പർശിച്ചിട്ടുണ്ട്. അത് ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുടെ പെൻഷൻ തുക പരമാവധി ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അസംഘടിതരായിരുന്ന പല മേഖലകളിലെയും പ്രശ്നങ്ങളിലേക്ക് ഗവൺമെന്റ് നോക്കിയിട്ടുണ്ട്. ഈ നാട്ടിലെ റോഡുകളടക്കം, പാലങ്ങളും റോഡുകളും അടക്കമുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളിൽ ഈ ഗവൺമെന്റ് ശ്രദ്ധ വച്ചിട്ടുണ്ട്. ഇതൊക്കെ മിക്കവരും സമ്മതിക്കുന്ന കാര്യവും കൂടിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഗവൺമെന്റിനെ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവം പ്രതീക്ഷിച്ചു നിന്നുകൊണ്ട് വിമർശിക്കുന്ന നിരവധി എഴുത്തുകാരും ചിന്തകരുമൊക്കെ അതിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഒരു ഗവൺമെന്റ് മാറ്റം, ഒരു മുന്നണി മാറ്റം ആവശ്യമാണ് എന്ന വാദവും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. എത്രമാത്രം ശരിയായ ഒരു വാദമാണ് അത് എന്ന് പരിശോധിക്കുകയാണ് ഇപ്രാവശ്യം വരികൾക്കപ്പുറം. കേരളത്തിൽ നിലവിലിരിക്കുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുൻതൂക്കമുള്ള ഒരു ഇടതുപക്ഷ ഭരണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നും ഈ പാർലമെന്ററി ജനാധിപത്യത്തെ കണ്ടിട്ടുള്ളത് ഒരു ബൂർഷ്വാ ജനാധിപത്യമായിട്ടാണ്. അതായത് അതൊരു ബൂർഷ്വാ ഗവൺമെന്റ് തന്നെയാണ്. ഇടതുപക്ഷം ഭരിക്കുന്നുണ്ടെങ്കിലും ഒരു ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത് ഒരു ബൂർഷ്വാ സംവിധാനം തന്നെയാണ്. അത്തരം സംവിധാനത്തിന് അതിൻ്റെതായ ചിലതരം പരിമിതികളുണ്ട്. അതിൽ ഇടപെടുമ്പോൾ ചില പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഒരു ഇടതുപക്ഷ ഭരണം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ആ ഗവൺമെന്റ് ഒരുപാട് വലതുപക്ഷ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. അതിൻ്റെ പോലീസിങ് രീതിയിലാകട്ടെ, അത് ചെന്ന് തൊടുന്ന ജനങ്ങളുടെ ഏതറ്റം വരെ പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ നിരവധിയായ പരിമിതികളുണ്ട്. തീർച്ചയായും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നിലവിലിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇനിയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ മതിയായ രീതിയിൽ പരിഗണിച്ചിട്ടില്ലാത്ത ദുർബലരായ മനുഷ്യരുടെ, ദുർബലമായ പ്രദേശങ്ങളുടെ, ഏറ്റവും നീർന്ന വിഷയങ്ങളുടെയൊക്കെ ഒരുപാട് തലങ്ങൾ ബാക്കിയുണ്ട്. ആ അർത്ഥത്തിൽ കേരളത്തിൽ ഈ ഗവൺമെന്റ് കൂടുതൽ ഇടതുപക്ഷ സ്വഭാവം കാണിച്ചില്ല എന്ന പരാതി ഉയർന്നു വരേണ്ടതും അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഉയർന്നു വരേണ്ടതും, കേരളത്തിലെ ഏറ്റവും സജീവമായ വിപ്ലവകരമായ ഒരു പ്രതിപക്ഷ പ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് ഈ ലെഫ്റ്റായി നിന്നുകൊണ്ടാണ്. ഇടതിൻ്റെയും ഇടതായി നിന്നുകൊണ്ട് നടത്തേണ്ടുന്ന ഈ വളരെ വിശാലമായ ഈ സമരത്തെ കേരളത്തിൽ ആരാണ് നയിച്ചത്? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സമരം ഉയർന്നു വന്നിട്ടുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ ഭൂസമരങ്ങൾ വരുന്നു. കേരളത്തിൽ 1ാം ഘട്ടത്തിലെ ഭൂസമരങ്ങൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഒരു അവസരം ലഭിക്കുന്ന 57 തന്നെ ഒരു ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവരുന്നത്. അത് ആ ഗവൺമെന്റിന് ആയുസ് ഉണ്ടായില്ല, അത് നടപ്പിലാക്കാൻ സമയം കിട്ടിയില്ല. 67 അത് വീണ്ടും പരിഗണിക്കുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അടുത്ത് വരുമ്പോൾ തന്നെ അത് വീണ്ടും പരിഗണിക്കുന്നു. 67 ഈ ഭൂപരിഷ്കരണ ബില്ല് വീണ്ടും പരിഗണിക്കുമ്പോൾ ആളുകൾ, ഒരു വലിയ വിഭാഗം ആളുകൾ മിച്ചഭൂമിയെ പല വഴിക്ക് തരം മാറ്റി നമുക്ക് മിച്ചഭൂമി എടുക്കാൻ പറ്റാത്ത നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 57 ഗവൺമെന്റ് കണ്ടെത്തിയിരുന്ന ഭൂമിയുടെ പകുതിയിലധികം ഭൂമി അന്ന് മിച്ചഭൂമി അല്ലാതായി തീർന്നു. ഫലത്തിൽ ആ ഭൂപരിഷ്കരണ നിയമത്തെ ഇതിനിടയ്ക്ക് വന്ന വിമോചന സമരം തൊട്ട് മുന്നോട്ട് വന്ന ഒരു വലതുപക്ഷ മുന്നേറ്റം ഈ ഭൂപരിഷ്കരണ നിയമങ്ങളെയോ അതുമായി ഉയർന്നു വന്നിരുന്ന ഭൂമി പ്രശ്നത്തെയോ ഫലത്തിൽ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഭാഗികമായി മാത്രമാണ് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കാൻ പറ്റിയത്.
അതുമായി ഇപ്പോൾ AKG അടക്കമുള്ള നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ട് ഈ നടപ്പിലായ ഭൂപരിഷ്കരണ നിയമത്തെ തന്നെ പ്രാവർത്തികമായി കിട്ടുന്നതിന് നടത്തിയിട്ടുള്ള സമരങ്ങളുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുത്ത സമരമാണ്. അത് 80ഓടുകൂടി അത് അവസാനിക്കുകയാണ്. അതിൻ്റെ എല്ലാ അലയൊലികളും അവസാനിച്ച് ഭൂപരിഷ്കരണം പൂർത്തിയായ ഒരു സ്ഥലം പോലെ കേരളം ഭാവിച്ചിരുന്ന ഒരിടത്ത് നിന്നാണ് കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് മുമ്പ് പുതിയ ഭൂസമരങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇത് ആദിവാസി മേഖലയിൽ നിന്നും ദളിത് മേഖലയിൽ നിന്നുമാണ് ഇതിന്റെ മൂവ് ഉണ്ടാവുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ബുദ്ധിജീവികൾ കാണിച്ചു കൊടുത്തിട്ടല്ല ഈ മൂവ് ഉണ്ടായി വന്നത്. CK ജാനുവിനെ പോലുള്ള നേതാക്കന്മാർ, ലാഹഗോപാലിനെ പോലുള്ള നേതാക്കന്മാർ ആ ഭൂസമരത്തിലൂടെ ഉയർന്നു വന്ന നേതാക്കന്മാരാണ്. തീർച്ചയായും കേരളം കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ കണ്ട ഏറ്റവും വിപ്ലവകരമായ സമരങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ ഭൂസമരങ്ങളെ കാണുന്നത്. ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് കണ്ടെത്താൻ പറ്റാതിരുന്ന ഒരു ന്യൂനപക്ഷ പ്രശ്നത്തെ, ഏറ്റവും പ്രബലമായ ഒരു ലെഫ്റ്റ് വിഷയത്തെ ചെന്ന് തൊടുന്നതിനുള്ള കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു ഈ സമരങ്ങൾ. ഈ സമരത്തെ വ്യവസ്ഥാപിത ഇടതുപക്ഷം എന്തു പറഞ്ഞ് ആക്ഷേപിച്ചാലും ആ നിലയിലുള്ള ഒരു തുറസായിരുന്നു. അത് തീർച്ചയായും ആ നിലയ്ക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോവേണ്ടുന്ന സന്ദർഭങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അത് മാത്രമല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങളിൽ ഇവിടെ സാമൂഹിക, സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളിലൊക്കെ സമരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഈ സമരങ്ങളെ കേരളത്തിലെ ഈ പറയുന്ന ലെഫ്റ്റായി നിൽക്കേണ്ടുന്ന ബുദ്ധിജീവികളോ ആക്ടിവിസ്റ്റുകളോ തൊട്ടിട്ടുണ്ടോ? തൊട്ടു നോക്കിയിട്ടേയില്ല. അവിടെ നിന്നിട്ടാണ് എളുപ്പം ഒരു ഉപരിവർഗ വർഗ ജീവികൾ എന്ന നിലയിൽ ഒരു ഉയർന്ന ജീവിതം നയിക്കുന്ന, അതിന്റെ സുഖലോലുപതയിൽ നിൽക്കുന്ന ഒരു മധ്യവർഗ ജീവികൾ എന്ന നിലയിൽ ഏറ്റവും എളുപ്പം കണ്ടെത്താവുന്ന ഒരു ഇക്വേഷനാണ് ഗവൺമെന്റ് മാറട്ടെ എന്ന് പറയുന്നത്. 5 വർഷം ഭരിച്ചില്ലേ, ഇനി 5 വർഷം വേറെ ഗവൺമെന്റ് വരട്ടെ എന്ന് പറയുന്നത്. ആർക്കും പറയാവുന്ന, ഇതിനകത്ത് നമുക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടങ്ങളുമില്ലല്ലോ, എളുപ്പം പറയാൻ പറ്റും. അതാണോ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ മേൽ പ്രതീക്ഷിച്ചുകൊണ്ട്, ആ ഗവൺമെന്റിൽ മേൽ നോക്കിക്കൊണ്ട് ഒരു ഇടതുപക്ഷ ആക്ടിവിസ്റ്റ് പറയേണ്ടുന്നത്, ഒരു ഇടതുപക്ഷ ബുദ്ധിജീവി പറയേണ്ടുന്ന വർത്തമാനമാണോ? ഇതാണോ സച്ചിമാഷ് പറയേണ്ട വർത്തമാനം, അല്ലെങ്കിൽ സാറ ടീച്ചർ പറയേണ്ട വർത്തമാനം എന്നാണ്? ഇപ്പോൾ കാരശ്ശേരി മാഷ് പറയുമ്പോൾ അത് ദീർഘകാലമായി കാരശ്ശേരി മാഷിന്റെ ഒരു കോൺഗ്രസ് പക്ഷപാതിത്വവുമായി ബന്ധപ്പെട്ട് നമുക്കതിനെ കാണാം. പക്ഷെ സാറ ടീച്ചറും സച്ചിദാനന്ദനും അതല്ല എന്ന് നമുക്കറിയാം. തീർച്ചയായും അവർ ഒരു ഇടതുപക്ഷ ജീവിതത്തെ, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ അവബോധത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാവും അവര് ഗവൺമെന്റ് മാറി ഇതിനെ പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത്? സമരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. സമരങ്ങളിൽ ഇടപെടുക. ഇപ്പൊ ഒരുപക്ഷെ അവർ പിന്തുണച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു സമരം ആശമാരുടെ സമരമാണ്. ആശമാരുടെ സമരം ഏത് നിലയ്ക്കായിരുന്നു അവര് അഡ്രസ് ചെയ്യേണ്ടിയിരുന്നത്? ആശമാരുടെ സമരം തികച്ചും ഒരു അവരുടെ ജീവിതം വളരെ ദൈന്യതയിലുള്ളതാണ്. അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഓണറേറിയം കുറവാണ്. അത് കൂടണമെന്ന് പറയുന്ന വാദം വളരെ ശരിയാണ്. പക്ഷെ അവർ മറച്ചു പിടിച്ചൊരു കാര്യമുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ആണെന്നും, സെൻട്രൽ ഗവൺമെന്റ് അതിനെ തൊഴിലായി അംഗീകരിക്കണമെന്നും, ഓണറേറിയം മാറ്റി ശമ്പളമാക്കണമെന്നും പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഏറ്റവും അടിസ്ഥാനത്തിൽ പറയേണ്ടത്. ഈ കാര്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഇവിടുത്തെ വലതുപക്ഷ കക്ഷികളുടെ സഹായത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തെ വെള്ളപൂശുന്നതിനായി കേന്ദ്രമന്ത്രിമാർ തന്നെ വന്ന് പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു സമരമായിരുന്നു അത്. തീർച്ചയായും ആ ഭാഗം പറയണമായിരുന്നു. ഇപ്പോ എല്ലാ വർഷവും 1000 രൂപ വെച്ച് ഓണറേറിയത്തിൽ വർദ്ധിപ്പിച്ച ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. അത് പോരാ എന്ന അഭിപ്രായം എനിക്കുമുണ്ട്. പക്ഷെ മിനിമം 1000 കൂട്ടി. അത് ഇന്ത്യയിൽ മറ്റൊരിടത്തും സാധിക്കാതിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ സമരത്തിന് ശേഷവും 2000 രൂപ 1000 നൽകുകയുണ്ടായി. അപ്പൊ ഞാൻ പറയുന്നത്, ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിലനിൽക്കുമ്പോൾ പോലും ആ സമരത്തിൽ ഉറപ്പായി വരേണ്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അതിനെ തൊഴിലായി അംഗീകരിക്കണം എന്നതും, അതിനകത്ത് ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റിന്മേൽ അവരുടെ ഉത്തരവാദിത്തത്തെ ഊന്നിപ്പറയുകയും ചെയ്യുക എന്ന് പറയുന്ന ബാധ്യതയെ മറന്നുകൊണ്ട്, അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെ ഇരുട്ടത്ത് നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് നടത്തിയത്. ഈ സമരത്തെ ലിറ്റററി പിന്തുണച്ചു എന്നുള്ളത് കൊണ്ടാണോ ഇവര് ഇടതുപക്ഷ ചിന്തകരും ഇടതുപക്ഷ എഴുത്തുകാരുമാകുന്നത്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന, ഒരു ഇടതുപക്ഷ ഭരണം നടക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ പ്രവർത്തനം സാധ്യമാവുക, സമരം സാധ്യമാവുക?
അത് ആ ഗവൺമെന്റോ ആ പാർട്ടിയോ ചെന്ന് തൊടാത്ത ഇടങ്ങളെ കൂടുതൽ വെളിച്ചപ്പെടുത്തിക്കൊണ്ടും അവിടെ ഇടപെട്ടുകൊണ്ടും അവിടെ സമരങ്ങൾക്ക് വേണ്ടുന്ന കോപ്പുകൾ നൽകിക്കൊണ്ടും അതിനു വേണ്ടുന്ന ആശയ പരിസരം ഒരുക്കിക്കൊണ്ട് നടത്തേണ്ടുന്ന സമരങ്ങൾ രീതികളാണ്. അതിൽ ബുദ്ധിജീവികൾക്ക് തീർച്ചയായും എഴുത്തുകാർക്കും ബുദ്ധിജീവികൾക്കും പങ്കുണ്ട്. അത് ഏറ്റെടുക്കുന്ന കടമയാണ് ഈ രാജ്യത്തെ എഴുത്തുകാർ നടത്തേണ്ടുന്നത്, ബുദ്ധിജീവികൾ ഏറ്റെടുക്കേണ്ടത്. അവിടെ നിന്ന് സൂത്രത്തിൽ കടന്നു കളയുകയും ഈ പണികൾ ഏറ്റെടുക്കാതിരിക്കുകയും യാതൊരു സമരവും ആ തരത്തിൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുകയും പുതിയൊരു പ്രശ്നമേഖലയെ കണ്ടെടുക്കാനുള്ള വെളിച്ചം പോലും കാണിക്കാതിരിക്കുകയും ചെയ്തിട്ട് 5 വർഷം കഴിയുമ്പോൾ ഗവൺമെന്റ് മാറ്റി നമുക്കിത് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത് എന്തുതരം യുക്തിയാണ് എന്നെനിക്ക് മനസ്സിലാവുന്നതേയില്ല. കമ്മ്യൂണിസത്തെ നന്നാക്കാൻ കമ്മ്യൂണിസത്തെ 5 വർഷത്തും ഇതിൽ നിന്ന് മാറ്റി നിർത്തി പാർട്ടിയെ നേരെയാക്കാമെന്ന് വിചാരിക്കുന്ന ഒരു യുക്തിയെ എനിക്ക് മനസ്സിലാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കേരളം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലും തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ നമുക്ക് കേന്ദ്രത്തിലൊരു കക്ഷിയുണ്ട്. അവിടെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നെങ്കിലോ അവിടെ ഒപ്പോസിഷന് വരുന്നത് BJP ആണ്. 5 വർഷം കോൺഗ്രസിനെ മാറ്റി നിർത്തി BJPയെ അവിടെ ഭരണത്തിൽ കൊണ്ടുവരാം എന്ന മുദ്രാവാക്യം അവർ ഉന്നയിക്കുമായിരുന്നു. ഇപ്പൊ BJP ഇരിക്കുമ്പോൾ നമുക്ക് 5 വർഷം കോൺഗ്രസിനെ പരീക്ഷിക്കാം എന്ന് പറയാം. പക്ഷെ കോൺഗ്രസ് ഇരിക്കുമ്പോഴോ അതാണല്ലോ അവിടുത്തെ ദ്വന്ദ്വം. ഇവിടെ അത് ഇടതുപക്ഷവും UDFും തമ്മിൽ, LDFും UDFും തമ്മിലുള്ള ദ്വന്ദ്വമാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. അവിടെ BJPയും കോൺഗ്രസും എന്നതാണ് ദ്വന്ദ്വം. അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സാഹചര്യത്തെ നമുക്ക് തിരിച്ച് RSSനെ സംഘപരിവാറിനെ വിളിച്ച് അടുത്ത 5 വർഷം കൊണ്ട് ഇരുത്തി നമുക്ക് കോൺഗ്രസിനെ നന്നാക്കാം എന്ന് വിചാരിക്കുമോ ഈ ബുദ്ധിജീവികൾ? എന്തൊരു യുക്തിയാണിത്? അതുകൊണ്ട് തീർച്ചയായും കഴിഞ്ഞ കാല ഗവൺമെന്റ് 10 വർഷത്തെ പിണറായി വിജയൻ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ് എന്റെ ഭാഗത്ത് വിമർശനങ്ങൾ നേരിടേണ്ടതുണ്ടായിരുന്നു. ഈ വിമർശനങ്ങൾ ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ മാത്രമേ നേരിട്ടുള്ളൂ എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. ഇവിടെ അവർ പ്രവർത്തിക്കുന്ന അവരെ ശരിയാക്കേണ്ടുന്ന അവരുടെ മുമ്പിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടുന്ന ഏറ്റവും പുരോഗമനപരമായ ശക്തികളായി മാറിത്തീരേണ്ടുന്ന ഒരു ഇടതുപക്ഷ മൂവിനെ, ഒരു ഇടതുപക്ഷ ശക്തിയെ അപ്രസക്തമാക്കുക കൂടി ചെയ്തുകൊണ്ടാണ് ഈ ബുദ്ധിജീവികൾ ഇവിടെ ജീവിച്ചത് എന്ന് നമ്മൾ ഇക്കാര്യത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ആ ബാധ്യത ഏറ്റെടുക്കാതെ ആ പ്രവർത്തനം നടക്കാതെ നമുക്ക് ഇവിടെ എപ്പോഴും ഇവിടെ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടുത്തെ വലതുപക്ഷ താല്പര്യങ്ങളോടുകൂടിയുള്ള എതിർപ്പുകളായാണ് പ്രതിപക്ഷമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അത് വഴിയുടെ പ്രശ്നം മുതൽ പെൻഷൻ തുക കൂട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? പെൻഷൻ തുക കൂട്ടുന്നത് ഗവൺമെന്റിന് ബാധ്യതയാവും എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഇതൊരു വലതുപക്ഷ വാദമാണ്. പെൻഷൻ ആരംഭിക്കുന്ന കാലം മുതൽ നമ്മൾ കണ്ട ഒരു വലതുപക്ഷ വാദമാണ്. അതാണ് VD സതീശനെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. അതിനെ പിന്തുണയ്ക്കാം എന്നാണ് സാറ ടീച്ചറും സച്ചി മാഷും ഒക്കെ പറയുന്നത്. പക്ഷെ അവരാലോചിക്കേണ്ട ഒരു കാര്യം എന്താണ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ്, ഇടതുപക്ഷമൊക്കെ നമുക്ക് മാച്ച് കളയാം, ഒരു ജനാധിപത്യ ഗവൺമെന്റ് നിലനിൽക്കുന്ന ഇടത്തെ എഴുത്തുകാരന്റെയും ബുദ്ധിജീവികളുടെയും റോൾ എന്താണ്? പ്രതിപക്ഷമായിരിക്കുക എന്നതാണ്. ആ പ്രതിപക്ഷമായിരിക്കുക എന്നത് കൂടുതൽ ഇടതുപക്ഷമായ, കൂടുതൽ പുരോഗമനാത്മകമായ, കൂടുതൽ ദുർബലരായ മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഉന്നയിക്കാൻ പ്രാപ്തിയുള്ള വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് സമരരംഗത്ത് നിൽക്കുക എന്നതാണ്. അല്ലാതെ 5 വർഷം കഴിഞ്ഞു വരുന്ന ഇലക്ഷനിൽ വലതുപക്ഷത്തെ വിളിച്ച് കസേരയിട്ടിരുത്താം എന്ന സാമാന്യ യുക്തിയിലേക്ക് മടങ്ങുകയല്ല. തീർച്ചയായും ഇതൊരു മണ്ടൻ വിചാരമാണ് എന്ന് പറയാതെ വയ്യ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നമസ്കാരം.